ഹായ് കൂട്ടുകാരെ, ഇങ്ങനെ ഓരോ ഷോർട്സ് ഇടാമെന്ന് ഇനിയും വിചാരിക്കുന്നു. ഓരോ ഷോർട്സ് ഇട്ടാൽ എനിക്ക് പണി കിട്ടും. അപ്പോഴേ ഇങ്ങനെ ഓരോ ഷോർട്സ് ഇനിയും ഇടാം അല്ലേ. ഇപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ആഹാരം വെക്കുകയാണ്. ഇപ്പം കറി തയ്യാറാക്കുകയാണ്. കറി തയ്യാറാക്കാൻ ഞാൻ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായി. പിന്നെ പച്ചമുളകും സവാളയ്ക്ക് പകരം ഞാൻ ചെറിയുള്ളിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ തേങ്ങയും ഉപ്പും ഇട്ട് ഞാൻ തോരൻ തയ്യാറാക്കുന്നുണ്ട്. നമുക്കപ്പോഴേ ഈ ചെറിയ വീഡിയോയിലേക്ക് പോയാലോ? ബാ. ഇവിടെ ഞാൻ കുറച്ച് ബീൻസും ക്യാരറ്റും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും ചെറിയുള്ളിയൂടെ അരിഞ്ഞെടുക്കണം. അതുകൂടാതെ തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഞെരടിയ ശേഷം തോരൻ തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകിരുന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഈ കൂട്ടൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. എണ്ണയിൽ കിടന്ന് വഴലട്ടെ. അപ്പോഴത്തേക്കിന് കറിവേപ്പില ഇട്ട് കൊണ്ടുവരാം. കറിവേപ്പില എടുക്കാൻ മറന്നുപോയി. ഉയരത്തിലാണ് കറിവേപ്പില. അപ്പോൾ നമുക്ക് കുറച്ച് തൈയുണ്ട്, അതിൽ നിന്ന് കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. ഇഷ്ടംപോലെ തൈകൾ നിൽപ്പുണ്ട്, അതിൽ നിന്നും ഒരു കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. പിന്നെ തോരനിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. വേഗട്ടെ. ഇപ്പോഴത്തെ തോരൻ കറി എന്തായെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ തയ്യാറാക്കിയ ബീൻസ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.